ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ഷോ സൺഡേ ടെക് ടൈം. സൺഡേ ടെക് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ 10ാമത്തെ എപ്പിസോഡാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ സന്തോഷം. ഇനിയും ഒരുപാട് എപ്പിസോഡുകൾ ഇതുപോലെ ചെയ്യണമെന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് വേണ്ടത്. കഴിഞ്ഞ ആഴ്ച അങ്ങനെ കാര്യമായിട്ടുള്ള ന്യൂസുകളോ സംഭവങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. ഇല്ല എന്നുള്ളതല്ല, പക്ഷേ അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നടന്നില്ല. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് ന്യൂസുകൾ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ന്യൂസിലോട്ട് കിടക്കാം. നിങ്ങളെല്ലാവരും അറിഞ്ഞ പോലെ തന്നെ OnePlusൻ്റെ 12 സീരീസുകൾ കഴിഞ്ഞ ആഴ്ച ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് സെയിൽ ജനുവരി 29 മുതൽ ആമസോണിലൂടെയും OnePlusൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയും നടക്കുന്നതാണ്. പ്രൈസ് അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. OnePlus 12-ന് 65,000 രൂപയാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതുകൂടാതെ OnePlus 12R എന്ന് പറയുന്ന ഫോണിന് 40,000 രൂപ. പിന്നെ OnePlus Buds 3 അതിന് 5,500 രൂപ. ഈ 3 പ്രൊഡക്റ്റുകളാണ് റിലീസ് ചെയ്തത്. അതിൻ്റെ പ്രൈസും ഇങ്ങനെയാണ്. സോ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആമസോൺ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ അറിയാനായിട്ട് പറ്റും. ഇനി iOS 17.3 എന്ന് പറയുന്ന ഒരു മേജർ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതിൽ വന്നിട്ടുള്ള ഒരു കിഡിലൻ ഫീച്ചറാണ് സ്റ്റോളൻ ഡിവൈസ് പ്രൊട്ടക്ഷൻ. അതായത് നമ്മളിപ്പോൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് നമ്മളുടെ ഫോൺ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ, നമ്പറൊക്കെ അടിച്ചുകൊണ്ട് അൺലോക്ക് ചെയ്താൽ നമ്മുടെ ഫേസ് കൂടെ ഒന്ന് അഡീഷണൽ പ്രൊട്ടക്ഷൻ ആയിട്ട് ഒന്ന് സ്കാൻ ചെയ്യും. അത് നമ്മൾ തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായിട്ട്. അഥവാ അവിടെ സ്കാൻ ചെയ്യുന്നത് നമ്മളുടെ ഫേസ് അല്ല എന്നുണ്ടെങ്കിൽ ഫോൺ ലോക്കായി പോകും. അതൊരു കിഡിലൻ ഫീച്ചർ തന്നെയാണ്, ഒന്നും പറയാനില്ല. ഇനി മാർച്ചിൽ iOS 17.4 വരുന്നുണ്ട്. ആ സോഫ്റ്റ്വെയർ അപ്ഡേഷനിൽ EUയിൽ, അതായത് യൂറോപ്യൻ യൂണിയനിൽ അവിടെയുള്ള ഫോണുകൾക്ക്, ആ ഒരു ടെറിട്ടറിയിൽ വരുന്ന ഫോണുകൾക്ക് തേർഡ് പാർട്ടി ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. സോ അത് അവരുടെ നയമായിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. വേറെ ഓപ്ഷൻ ആപ്പിളിനില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നുന്നില്ല. പക്ഷെ ഒരുപാട് ആളുകൾക്ക് അതൊരു നല്ല ഓപ്ഷനായിട്ട് വരും. വേറൊരു ആപ്പ് സ്റ്റോർ ആപ്പിളിന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. സോ അതുവഴി നമുക്ക് ഒരുപാട് പൈസ ചിലവില്ലാതെ ഒരുപാട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളുടെ ഫോണിൻ്റെ സെക്യൂരിറ്റിയും നല്ല രീതിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ഗാലക്സി S24 സീരീസിന് ഏകദേശം 2.5 ലക്ഷത്തിൻ്റെ അത്രയും ഓർഡറുകളാണ് വെറും 3 ദിവസം കൊണ്ട് കിട്ടിയെന്നാണ് സാംസങ് പറയുന്നത്. ഇത് 2 വർഷം മുന്നേ ഇറങ്ങിയ S22 സീരീസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഒരു റെക്കോർഡ്, ആ ഒരു പ്രീ ബുക്കിംഗ് റെക്കോർഡ് തകർത്തുകൊണ്ടുള്ള ഒരു സംഭവമാണ് എന്നാണ് പറയുന്നത്. ഇനി അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളാണ് S24 സീരീസിനെ എല്ലാത്തിനെ കുറിച്ച്, ഈവൻ എക്സിനോസ് സീരീസിനെ കുറിച്ച് പോലും കിട്ടുന്നത്. അത്യാവശ്യം നല്ല റിപ്പോർട്ടുകളാണ്. മോട്ടറോള G04 ആൻഡ് G24 എന്ന് പറയുന്ന 2 ഫോണുകളുടെ ഇമേജുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. കൊള്ളാം, അവരുടെ ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ്. ജനുവരി 30 ഇന്ത്യയിലോട്ട് ലോഞ്ച് ചെയ്യും. 10,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഇതിൻ്റെ ഒരു പ്രൈസ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു സെഗ്മെൻറ്റിൽ ശരിക്കും പറഞ്ഞപ്പോൾ വേറെ ആരും ഇല്ലാത്തൊരവസ്ഥയായിരുന്നു. പണ്ട് പോക്കോ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കാരണം കൂടുതൽ ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മോട്ടറോള ഫോണുകളെയാണ്. എന്തായാലും നല്ലൊരു ക്വാളിറ്റി തന്നെയായിട്ട് അവർ തരുന്നതും. സോ ആ ഒരു സെഗ്മെൻറ്റിലോട്ട് 2 പുതിയ ഫോണുകൾ കൂടി വരുന്നുണ്ട്. വരട്ടെ, ബാക്കി വിശേഷങ്ങൾ എന്നിട്ട് പറയാം. ഇനി ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ള മോട്ടറോള ഫോണുകളുടെ ലിസ്റ്റാണ് ഈ കാണുന്നത്. സോ നിങ്ങളുടെ ഫോൺ ഇതിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കും ആൻഡ്രോയിഡ് 14 അപ്ഡേറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. മോട്ടറോള ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര മോശമാണ്. പക്ഷേ സെക്യൂരിറ്റി അപ്ഡേറ്റുകൾ ഇടയ്ക്ക് കിട്ടാറുണ്ട്. മേജർ അപ്ഡേറ്റ് ആണ് അവരുടെ കയ്യിൽ നിന്ന് ഒട്ടും കിട്ടാത്തത്. എനിവേ, ഈ ഫോണുകൾക്ക് ആൻഡ്രോയിഡ് 14 കിട്ടുമെന്ന് പറയുന്നു, അത്രമാത്രം. ഗൂഗിൾ പിക്സൽ 8യുടെ ഒരു റീറ്റെയിൽ ബോക്സിൻ്റെ ഇമേജ് ലീക്ക് ആയിട്ടുണ്ട്. ആ ഒരു ഇമേജിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഈ ഒരു ഫോണിൽ സപ്പോർട്ട് ചെയ്യും. സോ അധികം വൈകാതെ ഗൂഗിൾ പിക്സൽ 8 എന്ന് പറയുന്ന ഒരു ഫോൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൂടാതെ പിക്സൽ 9ൻ്റെയും 9 പ്രോയുടെയും റെൻഡേഴ്സ് ഇമേജുകൾ ലീക്ക് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ക്യാമറ ഡിസൈനിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഇല്ലെങ്കിലും കുറച്ച് നമുക്കറിയാം ഇതൊരു 9 സീരീസ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ മുൻ വർഷത്തെ സീരീസ് അല്ല എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ചേഞ്ച് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഡിസ്പ്ലേ 6.1 ആക്കിയിട്ട് കുറച്ചിട്ടുണ്ട് എന്നും പറയുന്നു. ഇത് 9ൽ. പിക്സൽ 8ന് ഒരു പുതിയ കളർ വേരിയൻ്റ് കൂടെ വന്നിട്ടുണ്ട്, മിൻറ്റി ഗ്രീൻ എന്ന് പറയുന്നത്. സോ ഇനി എടുക്കുന്നവർക്ക് ഈ ഒരു കളറും കൂടി കൺസിഡർ ചെയ്യാം. പക്ഷേ ഈ ഇത്തരത്തിലുള്ള പരിപാടി ഉണ്ടല്ലോ, അതായത് ഫോൺ ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് വേറെ കളർ വേരിയൻറ്റുകൾ ഇറക്കുന്നത്, അത് ശരിക്കും പറഞ്ഞാൽ തരാണ് കേട്ടോ. ഇറക്കുമ്പോൾ എല്ലാ കളറും കൂടി ഒരുമിച്ച് ഇറക്കുക. അതിൽ നിന്ന് വാങ്ങുന്നവർക്ക് ഇഷ്ടമുള്ള കളർ നോക്കി എടുക്കാമല്ലോ. അതല്ലാതെ പിന്നീടൊരു കളർ, നല്ല കളർ പിന്നെ ഇറക്കുക, വേറൊരു ഓപ്ഷൻ ഇറക്കുക. അപ്പോൾ എടുത്തിട്ടുള്ള ആളുകൾ, കറൻ്റ്ലി അത് പർച്ചേസ് ചെയ്തിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? അവർക്ക് ഈ ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലുള്ള ഫോൺ എന്ത് ചെയ്യണം? എക്സ്ചേഞ്ച് കൊടുക്കണം. അപ്പോൾ ആ ഒരു ലോസ് അവർ സഹിക്കണം.
എനിവേ ഈ ഒരു പരിപാടി എനിക്കെന്തോ നല്ലതായിട്ട് തോന്നുന്നില്ല. എനിവേ പുതിയൊരു കളർ കൂടി പിക്സൽ 8 പ്രോന് വന്നിട്ടുണ്ട്, മിൻറ്റി ഗ്രീൻ. റിയൽമി 12 സീരീസ് ഫോണുകൾ ജനുവരി 29 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിൽ റിയൽമി 12 പ്രോ പ്ലസിൻ്റെ റീറ്റെയിൽ ബോക്സിൻ്റെ ഇമേജും ലീക്ക് ആയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് പ്രകാരം 7S Gen 2ൻ്റെ പ്രൊസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. 120x സൂം ചെയ്യാനായിട്ട് സാധിക്കും. സോണിയുടെ 890 സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത്രയൊക്കെയാണ് റിയൽമിയുടെ കാര്യങ്ങൾ. ജനുവരി 29 ഈ 12 സീരീസ് ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നതാണ്. വിവോ V30 എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ വരാനായിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു കമ്മിങ് സൂൺ ടീസർ വിവോ പുറത്ത് വിട്ടിട്ടുണ്ട്. സോ അധികം വൈകാതെ ചൈനയിൽ ലോഞ്ച് ചെയ്യും. അതിൻ്റെ പിന്നാലെ ഇന്ത്യയിലോട്ടും ആ ഫോണുകൾ വരും. V29 അത്യാവശ്യം നല്ലൊരു ഫോണായിരുന്നു കേട്ടോ. സോ അതിൻ്റെ ഒരു സക്സസർ തന്നെയായിരിക്കും V30 എന്ന് നമുക്ക് വിചാരിക്കാം. അതുകൂടാതെ നത്തിങ് ഫോൺ 2A, ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഈ ഒരു ഫോൺ ബാഴ്സലോണയിൽ നടക്കുന്ന MWCയിൽ, അതായത് മൊബൈൽ വേൾഡ് കോൺഗ്രസ്സിൽ ഈ ഒരു ഫോൺ നത്തിങ് ഫോൺ 2A റിലീസ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ ഇനിയും 3 മാസങ്ങൾ കാത്തിരിക്കാനായിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഇപ്പോഴത്തേക്ക് കിട്ടിയിട്ടുള്ള നത്തിങ് ഫോൺ 2A കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ അവസാനത്തെ ന്യൂസ്, സാംസങ്ങിൻ്റെ സൈഡിൽ നിന്ന് 2 ബഡ്ജറ്റ് ഫോണുകൾ വരുന്നുണ്ട്, M15 ആൻഡ് F15. F15 ഫ്ലിപ്കാർട്ടിലായിരിക്കും, M15 ആമസോണിലായിരിക്കും. രണ്ടും ബേസിക്കലി ഒരേ ഫോൺ തന്നെ ആയിരിക്കും. സ്പെക്ക് കാര്യങ്ങളെല്ലാം സെയിം ആയിരിക്കും, ജസ്റ്റ് പേര് മാത്രമായിരിക്കും മാറ്റുക. ഇനി 2 ഫോണുകൾ വരുന്നുണ്ട്. അധികം വൈകാതെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണിൽ നിന്നും ഈ ഒരു സീരീസ് ഫോണുകളും നമുക്ക് കിട്ടും. സോ ഇത്രയൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിലെ വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.